നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് NSEയുടെ ചാർട്ടാണ്. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ താഴത്തേക്ക് ഈ ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം നല്ലൊരു റീടെസ്റ്റ്, ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നടക്കുവാണ്. കൺസോൾട്ടേഷന് ശേഷം താഴത്തേക്ക് പോകുമോ മുകളിലേക്ക് പോകുമോ എന്ന് നമുക്കിപ്പോൾ അറിയത്തില്ല. എന്നിരുന്നാലും പവർ ഗ്രിഡിൽ നമ്മൾ ഫസ്റ്റ് ക്യാൻഡിൽ ഇങ്ങനെ വെച്ചു അത് ഓപ്പൺ ചെയ്തത് നമുക്കിവിടെ കാണാം. ഓർഡർ ബ്ലോക്കിനുള്ളിൽ തന്നെയാണ്. അതിനുശേഷം 2-3 ക്യാൻഡിലായിട്ട് മുകളിലേക്ക് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും മാർക്കറ്റ് താഴത്തേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിവിടെ കാണാം, ഇവിടെ കുറച്ചധികം പേര് ട്രാപ്പായിട്ടുണ്ടാകും എന്നാണ് നമ്മുടെ ഒരു കാൽക്കുലേഷൻ. അതായത് ഈ ഒരു ക്യാൻഡിലിൽ നല്ല രീതിയിൽ അത് മുകളിലേക്ക് കയറാൻ ശ്രമിച്ചു, എന്നിട്ട് താഴത്തേക്ക് അത് റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത് പോരുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിൽ 268.95 സെല്ലിംഗ് ഓർഡർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ വരുവാണെങ്കിൽ മാത്രമേ നമ്മളിന്ന് എൻട്രി എടുക്കുന്നുള്ളൂ. ഇന്നത്തെ ദിവസം മൊത്തത്തിൽ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ദിവസമാണ്. സോ ദാറ്റ് ഈ എൻട്രി ഇട്ടിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. അതിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നില്ല എങ്കിൽ എടുക്കണ്ട എന്നതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു തീരുമാനം. ഇനി അത് കിട്ടിയാൽ തന്നെ അതിന്ന് പ്രോഫിറ്റ് കിട്ടുമോ ലോസിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ നമുക്ക് ഡൗട്ടുണ്ട്. എനിവേ, ഇപ്പോഴും പവർ ഗ്രിഡ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ക്യുമുലേറ്റീവ് ഡെൽറ്റ നെഗറ്റീവാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് നല്ല രീതിയിൽ താഴത്തേക്ക് മൂവ് ചെയ്യും എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. അപ്പോൾ എന്തായാലും ഈ പ്രൈസിൽ വന്നാൽ നമ്മൾ എൻട്രി എടുക്കും, ഇല്ലെങ്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ബ്രാക്കറ്റ് ഓർഡർ ആയിട്ടാണ് നമ്മളിത് ഇട്ടേക്കുന്നത്. എന്താ ഇനി സംഭവിക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുന്നേ നമുക്ക് നമ്മുടെ മറ്റ് സ്റ്റോക്കുകളിലേക്കൊന്ന് പോയി വരാം. BPCL നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം, ഒന്നും തന്നെ ഇന്ന് അല്ലെങ്കിൽ പല സ്റ്റോക്കുകളും ഇന്ന് നമ്മൾ വരച്ച ഓർഡർ ബ്ലോക്ക് രണ്ട് സൈഡിലെയും ടച്ച് ചെയ്തിട്ടില്ല എന്നതാണ് നമ്മളിവിടെ കാണുന്നത്. എന്നിരുന്നാൽ പോലും ഇതിൻ്റെ ലോ ടു ഹൈ ഇത് മൂവ് ചെയ്തേക്കുന്നത് നിയർലി 1% ആണ്. അതേപോലെ ONGC പക്ഷേ നല്ലൊരു എൻട്രി ഫസ്റ്റ് ക്യാൻഡിൽ താഴത്തേക്ക് തന്നിരുന്നു. ഇത് ഗ്യാപ്പ് അപ്പാണ് വെച്ചിരുന്നത്, അതിനുശേഷം ഇങ്ങോട്ട്. പക്ഷേ ONGC നമ്മളിന്ന് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മളത് കണ്ടുമില്ല. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ടച്ച് ചെയ്തു. ആ ഒരു ടച്ചിൽ എൻട്രി എടുക്കാൻ പറ്റിയിരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 1:3 ഓൾറെഡി ഇത് മുകളിലേക്കുള്ള മൂവ് നിയർലി 1:3 അത് കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് അതിൽ ഒരു എൻട്രി കിട്ടുമായിരുന്നു. NTPC നോക്കിക്കഴിഞ്ഞാൽ അത് ഓർഡർ ബ്ലോക്കിനുള്ളിലാണ് സ്റ്റാർട്ട് ചെയ്തത്, അത് അവിടെ തന്നെ നിൽക്കുവാണ്. അതിനകത്ത് നമുക്കൊന്നും പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. വിപ്രോ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ വലിയൊരു മൂവ് നടത്തിയിരുന്നതാണ്. ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്തത് ഈ ഓർഡർ ബ്ലോക്കിന് അടുത്ത് തന്നെയാണ്. അതിനുശേഷം ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി, പിന്നെ തിരികെ താഴേക്ക് വന്ന് ഇപ്പോൾ ഒരു റീടെസ്റ്റ് അവിടെ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ റീടെസ്റ്റ് വരുമ്പോൾ താഴത്തേക്ക് എൻട്രി എടുത്താൽ തെറ്റില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അവിടുന്ന് ഡേ ലോ വരെ ഏതാണ്ട് നിയർലി 1:2 കിട്ടാനുള്ളതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അത് താഴത്തേക്ക് തന്നെ മൂവ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പവർ ഗ്രിഡിലാണ് നമ്മൾ എൻട്രി വെച്ചേക്കുന്നത്. നമ്മുടെ എൻട്രിയുടെ തൊട്ടടുത്തേക്ക് മാർക്കറ്റ് എത്തുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എൻട്രി കിട്ടുകയും വേണം, അതിനുശേഷം മാർക്കറ്റ് ഡൗൺ സൈഡ് മൂവും ചെയ്യണം. എന്നാൽ നമുക്കിവിടെ കാണാം, നിഫ്റ്റി മുകളിലേക്ക് മൂവ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ പിവോട്ടിൻ്റെ സപ്പോർട്ടും എടുത്തിട്ടാണത് മൂവ് ചെയ്യുന്നത്. എന്ത് സംഭവിക്കാം, പിന്നെ നമുക്ക് ആ റിസ്ക് എടുക്കുക എന്നത് മാത്രമേ ചെയ്യാനുള്ളൂ. 100% ആക്യുറസി ഒന്നും നമ്മളിവിടെ ആഗ്രഹിക്കേണ്ട കാര്യമില്ല, ആഗ്രഹിച്ചിട്ട് കിട്ടാനും പോകുന്നില്ല. എപ്പോഴും ഡെൽറ്റ ജസ്റ്റ് പോസിറ്റീവാണ് കാണിക്കുന്നത്. നല്ല രീതിയിൽ പ്രൈസ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അതൊരു ഓർഡർ ബ്ലോക്ക് ആയതുകൊണ്ടാണ് നമ്മളവിടെ എൻട്രി എടുക്കാൻ പോകുന്നത്. ആ എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാനില്ല. സ്റ്റോപ്പ് ലോസ് ഓട്ടോമാറ്റിക്കലി പ്ലേസ് ആകുന്നുണ്ടാവും, ടാർഗറ്റും പ്ലേസ് ആകുന്നുണ്ടാവും. അപ്പോൾ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യാന്നുള്ളതേ പിന്നീട് ചെയ്യാനുള്ളൂ. അപ്പോൾ ഈ ക്യാൻഡലിൻ്റെ ഹൈ വന്നേക്കുന്നത് 268.85 നമ്മൾ ഓർഡർ വെച്ചിരുന്നത് 95-ലാണ്. അപ്പോൾ 10 പൈസയുടെ വ്യത്യാസത്തിൽ അത് പോകുന്നുണ്ട്. ഒരു പക്ഷേ അതിന് അവിടുന്ന് പിടികിട്ടാതെ പോകാനും സാധ്യതയുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കഴിഞ്ഞ ക്യാൻഡിൽ അത്രയൊക്കെ കയറിയിട്ടും ആ ക്യാൻഡിൽ നമുക്കിവിടെ കാണാം അത് ഡെൽറ്റ നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഗ്രീൻ ക്യാൻഡിലാണ്, പക്ഷേ സെല്ലിംഗ് ആണ് അഗ്രസീവ്ലി അവിടെ നടന്നിരിക്കുന്നതെന്ന് നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഫസ്റ്റ്
1 മിനിറ്റ് നെഗറ്റീവ് വെക്കുന്നതുകൊണ്ട് തന്നെ ഈ ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ആയേക്കാനുള്ളൊരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സ്റ്റോപ്പ് ലോസ് ഓർഡർ നമ്മൾ അങ്ങനെ തന്നെ കിടക്കട്ടെ. അത് എൻട്രി ആകുമില്ലെന്ന് നമുക്ക് പിന്നീട് നോക്കാം. മാർക്കറ്റ് നമ്മളുടെ ഓർഡറിൻ്റെ തൊട്ടടുത്തേക്ക് ഏകദേശം എത്തിയിട്ടുണ്ട്. എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. സ്റ്റോപ്പ് ലോസ് അടിക്കാൻ വളരെയധികം സാധ്യത കൂടുതലുള്ളൊരു ട്രേഡാണ് ഇതെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതിനുള്ളിൽ നമുക്ക് എൻട്രി കിട്ടുന്നില്ല എങ്കിൽ ഒരു പക്ഷേ നമ്മൾ താഴത്തേക്ക് മാർക്കറ്റ് ഓർഡർ ആക്കി ഇതിനെ മാറ്റിയേക്കും. എൻട്രി ഇപ്പോൾ കിട്ടും എന്നാണ് തോന്നുന്നത്. 85 കഴിഞ്ഞ ക്യാൻഡലിലും വെച്ചതാണ്. ഡെൽറ്റ നല്ല രീതിയിൽ പോസിറ്റീവാണ് കാണിക്കുന്നത്. ഇനി ജസ്റ്റ് 1 മിനിറ്റിൽ താഴെ കുറച്ചുകൂടെ താഴത്തേക്ക് വെച്ച് കൊടുക്കാമെന്ന് തോന്നുന്നു. 80 ഓർഡർ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 50, 80, 75 നല്ല ഓർഡർ ഉണ്ട്. അപ്പോൾ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. നമുക്കങ്ങനെയാണെങ്കിൽ ഒരു മാർക്കറ്റ് ഓർഡർ ആക്കി അത് മാറ്റിയാലോ എന്ന് വിചാരിക്കുകയാണ്. നോക്കട്ടെ. മാർക്കറ്റ് ഓർഡർ നമ്മൾ എടുക്കുവാണ്. ഓക്കെ, നമ്മളെന്തായാലും എൻട്രി എടുത്തു. ഇനി 1% സ്റ്റോപ്പ് ലോസ് ഇവിടെയാണുള്ളത്. 1% ടാർഗറ്റ് ഇതാണ്. നമുക്ക് ആക്ച്വലി 1% ടാർഗറ്റ് അല്ല നമ്മളിന്ന് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ടാർഗറ്റ് കുറച്ചും കൂടെ കൂട്ടാമെന്ന് വിചാരിക്കുകയാണ്. 1:3 ഇന്നലത്തെ പോലെ നമുക്ക് വെച്ച് കൊടുക്കാമെന്ന് കരുതുവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. നിഫ്റ്റി 50 ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പിവോട്ടിൽ സപ്പോർട്ട് എടുത്തിട്ട് തിരികെ പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഓർഡർ ബ്ലോക്കിൻ്റെ 2 സൈഡിലേക്കും അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഈ ഓർഡർ ബ്ലോക്ക് ഇൻവാലിഡ് ആയിട്ടുണ്ട് ഇപ്പോൾ എന്നത് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇനി അത് ഡേ ഹൈ ബ്രേക്ക് ചെയ്താൽ നല്ലൊരു മൂവ് ഒരു പക്ഷേ മുകളിലേക്ക് നടത്തിയേക്കാം, നമുക്കറിയത്തില്ല. നമ്മുടെ സ്റ്റോക്കിലേക്ക് വരുമ്പോൾ അത് ഈ ഒരു രീതിയിൽ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ തരുന്നു എന്നതും ഈ ഒരു വലിയ ഡൗൺ സൈഡ് മൂവ് ഇവിടെ തന്നിട്ടുണ്ട് എന്നതും മേ ബി ഇത് ട്രെൻഡ് താഴത്തേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ എന്നൊരു പ്രതീക്ഷയാണ് നമുക്ക് തരുന്നത്. എന്തായാലും ഇന്നത്തെ ട്രേഡ് നമുക്ക് കുറച്ചധികം സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. കാരണം എല്ലാ സ്റ്റോക്കുകളും തന്നെ ഈ പറയുന്ന രീതിയിൽ വലിയ മൊമെൻറ്റം കാണിക്കുന്നില്ല. എനിവേ നമ്മൾ ഇവിടെയായിരുന്നു ഓർഡർ ഫസ്റ്റ് പ്ലേസ് ചെയ്തിരുന്നത്. ആ പ്രൈസിലേക്ക് പിന്നീട് അത് വന്നിട്ടേ ഇല്ല എന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഡെൽറ്റ കണ്ടിന്യൂസ്ലി നെഗറ്റീവ് ആകുന്നുണ്ട് എന്നതാണ് അവിടുത്തെ ഒരു സാഹചര്യം ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനി എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മളുടെ 1:3 നമ്മൾ ടാർഗറ്റ് പുതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 1:1 2 കൂടെ ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കാം. ഇപ്പോൾ സമയം 10:46 ആയിട്ടുണ്ട്. ഈ ഒരു സിംഗ്ലോ മാർക്കറ്റ് ഇപ്പോൾ ജസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ 1:1 നമ്മളിവിടെയാണ് അടയാളപ്പെടുത്തിയേക്കുന്നത്. അവിടെ ഒരു അലർട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എനിക്ക് കാണുന്നില്ല എങ്കിൽ പോലും സമയം എടുത്തിട്ടാണെങ്കിൽ ഇത് കവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റോപ്പ് ലോസ്, നമ്മുടെ ആക്ച്വൽ സ്റ്റോപ്പ് ലോസ് ഇതാണ് വരുന്നത്. ഇത് 1% ആണ്. അതവിടെ തൽക്കാലം കിടക്കട്ടെ. ഈ പറഞ്ഞ പോലെ ഫ്ലക്ച്വേഷൻ വന്നാലോ എന്ന് കരുതിയിട്ടേക്കുന്നതാണ്. ഇനി അതൊന്ന് ഹിറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മളത് കൊടുക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എനിവേ ഇവിടെ ടച്ച് ചെയ്താൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് റിയൽ സ്റ്റോപ്പ് ലോസ് ആയിട്ട് മാറ്റുന്നുണ്ടാവും. അതിന് ശേഷം സിറ്റുവേഷൻസ് നോക്കിയിട്ട് 1:2 3 എടുത്തിട്ട് എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നലത്തേതുപോലെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഇന്നും ക്രിയേറ്റ് ആകുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. അതും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. അതായത് ഫസ്റ്റ് ക്യാൻഡിൽ മുതൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ
1 മണിക്കൂറും 30 മിനിറ്റും ആയിട്ടുണ്ട്. ഇത്രയും സമയത്തിനുള്ളിൽ നമ്മളിവിടെ ഒരു റേഞ്ച് ബിൽഡാക്കിയേക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ റേഞ്ച് മാർക്കറ്റ് ഡേ ലോ ആണെന്ന് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ താഴത്തേക്കും ഡേ ഹൈ ആണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ മുകളിലേക്കും അത്ര തന്നെ മൂവ് ചെയ്യാനുള്ളൊരു സാധ്യത നമ്മൾ കരുതുവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതുകൊണ്ടും കൂടിയാണ് നമ്മളിവിടെ വന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ ഡേ ലോ തന്നെയാണ് വരുന്നത്. അപ്പോൾ റിയൽ സ്റ്റോപ്പ് ലോസിലേക്ക് ഇറക്കി വെക്കേണ്ട കാര്യം അത് തന്നെയാണ്. കാരണം ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് ഇത് റിവേഴ്സായി ഡേ ഹൈയും ബ്രേക്ക് ചെയ്ത് തിരിച്ച് പോകായികയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത്രയും സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതും കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ടച്ച് ചെയ്ത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ താഴത്തേക്ക് എത്രമാത്രം പോകാമെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ കാണിച്ചതുപോലെ തന്നെ ഇവിടെ ആ ഒരു ടൂള് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ ലോയിൽ നിന്ന് അത്ര തന്നെ മുകളിലേക്കുണ്ടായിരുന്ന റേഞ്ച് ഇവിടെ വരെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ 1:3 അച്ചീവബിൾ ആണ്. ഇനി അതല്ല എങ്കിൽ നമുക്ക് 1:2 വരുന്നത്, അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. 1:2 നമ്മളുടെ വരുന്നത് ഈ ഓർഡർ ബ്ലോക്കിനടുത്താണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ബ്രേക്ക് ചെയ്താൽ ഇവിടെ വരെ വരാൻ പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു മിഡിൽ പോർഷൻ വരെയെങ്കിലും വരേണ്ടതാണ് എന്നതാണ് നമ്മുടെ ഒരു കണക്കുകൂട്ടൽ. അങ്ങനെയാണെങ്കിൽ 1:2 ഇല്ലെങ്കിൽ 2-ന് മുകളിൽ നമുക്കത് അവിടെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങുകൾ നടത്താവുന്നതാണ്. അപ്പോൾ എനിവേ നമ്മൾ അധികം നേരം ഇതെന്തായാലും നോക്കിയിരിക്കുന്നില്ല. ഏതെങ്കിലും അലർട്ടൊന്ന് ഹിറ്റ് ചെയ്യട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റിൻ്റെ ഡെൽറ്റ ഇപ്പോൾ വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടിന്യൂസ്ലി ക്യുമുലേറ്റീവ് ഡെൽറ്റ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് 1-2 ക്യാൻഡിലുകൾ നമുക്കിവിടെ കാണാവുന്നത് പോലെ ജസ്റ്റ് പോസിറ്റീവായിട്ട് ഇവിടെ കാണിച്ചിരുന്നു, പോസിറ്റീവ് ഡെൽറ്റ. അതിനുശേഷം ഓൾമോസ്റ്റ് എല്ലാ ക്യാൻഡിലുകളും തന്നെ നെഗറ്റീവ് ഡെൽറ്റ. അത് ഇപ്പോൾ ഹയർ ഡെൽറ്റ ഇവിടെ കാണിക്കുന്നുണ്ട് നെഗറ്റീവ് സൈഡിലേക്ക് എന്നുള്ളത്. നമ്മുടെ സൈഡിലേക്ക് അതൊരു നമുക്ക് അനുകൂലമായൊരു മൂവായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ നിഫ്റ്റി 50 നോക്കിക്കഴിഞ്ഞാലും അതും ഒരു റേഞ്ച് വെച്ച് അതിനുള്ളിൽ തന്നെ കൺസോൾഡേറ്റ് ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മാർക്കറ്റിന് എങ്ങോട്ട് വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും പോകാം, നമുക്കതിനകത്തൊന്നും ചെയ്യാനില്ല. മാർക്കറ്റിൻ്റെ ബിഹേവിയറിനനുസരിച്ച് നമ്മൾ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻസിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തിക്കൊണ്ട് ലോസ് കുറയ്ക്കുക, ഇല്ലെങ്കിൽ പ്രോഫിറ്റ് കൂട്ടുക. ഇത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. സോ ദാറ്റ് നമുക്കിനി കുറച്ചധികം സമയം വേണ്ടി വരും എന്നാണ് തോന്നുന്നത്. നമുക്കെന്തായാലും ഈ അലർട്ട് ഒന്ന് ട്രിഗർ ആയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ നമ്മുടെ അലർട്ട് അവിടെ ട്രിഗർ ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 1:1 മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ഓവറോൾ നമുക്ക് തോന്നുന്നത് 1:2, അതായത് ഈ ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്യും എന്നതാണ് നമുക്കിപ്പോഴും തോന്നുന്നത്. എല്ലാം തോന്നലാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നിഫ്റ്റി 50 നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ഒരു റിജക്ഷൻ കാണിച്ചു എങ്കിലും അത് താഴത്തേക്ക് തന്നെ പോരുവാണ്. ഇവിടെ ഒരു പിവോട്ടുണ്ട് എന്നതാണ് അവിടുത്തെ അതിൻ്റെ ഒരു പോയിൻ്റായിട്ട് അവശേഷിക്കുന്നത്. നമുക്ക് എന്തായാലും സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് വെച്ച് കൊടുത്തിരുന്നത്. അത് 1% ആണ്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് ഗുണം കിട്ടിയായിരുന്നു. അതിനുശേഷം കംഫർട്ടബിളായിട്ടുള്ള സമയത്ത് നമുക്കിങ്ങോട്ടേക്ക് വീണ്ടും ട്രയൽ ചെയ്തുകൊണ്ട് ആക്ച്വൽ സ്റ്റോപ്പ് ലോസിലേക്ക് വെക്കാം. പക്ഷേ അവിടെ ഒരു റിസ്ക് ഉണ്ട്. വോളറ്റൈൽ ടൈമിലാണെങ്കിൽ നമ്മളുടെ ഈ 1% പോലും ചിലപ്പോൾ തട്ടിപ്പോയെന്നൊക്കെ ഇരിക്കാം. അല്ലെങ്കിൽ മാർക്കറ്റ് റിവേഴ്സായി പോയി കഴിഞ്ഞാൽ നമുക്ക് ബൈ ഡിഫോൾട്ട് കൊടുക്കേണ്ടി വരിക 1% ആയിരിക്കാം. അപ്പോൾ അത് നമ്മൾ സഹിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തൊരു കാര്യം നിങ്ങൾ കണ്ടായിരുന്നു. ഓവർ ട്രേഡ് ചെയ്തു, റിവെഞ്ച് ട്രേഡ് ചെയ്തിട്ട് നമ്മൾ കുറച്ചധികം ലോസ് കൊടുത്തായിരുന്നു. അന്നെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ പോയി എൻട്രി അങ്ങ് എടുത്തു കഴിഞ്ഞിട്ട് പതുക്കെ എൻട്രി എടുത്തതിന് ശേഷം കാൽക്കുലേറ്റ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ മാർക്കറ്റ് വോളറ്റൈലായപ്പോൾ നമ്മൾ എൻട്രി എടുത്തതും മിന്നൽ പോലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി 1.5% ഒക്കെ കവർ ചെയ്തപ്പോൾ നമ്മൾ ആക്ച്വലി കൊടുക്കുന്നതിൻ്റെ 3 ഇരട്ടി ലോസിലേക്കൊക്കെ പോയപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ആരോ എന്തോ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുന്നൊരു ഫീലാണ് നമുക്ക് വന്നത്. അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ എന്നൊരു റിവഞ്ച് മനസ്സിൽ വന്നപ്പോഴാണ് നമ്മൾ രണ്ടാമത്തെ ട്രേഡ് ചിന്തിക്കുന്നൊന്നുമില്ല, പെട്ടെന്നങ്ങ് എടുക്കുവാണ്. അതും സ്റ്റോപ്പ് ലോസ് അടിച്ചു. മൂന്നാമത്തെ ട്രേഡ് നമ്മൾ അപ്പം തന്നെ എടുത്തു. അപ്പോൾ ഈ 3 ട്രേഡ് ബാക്ക് ടു ബാക്ക് ഒന്നും ചിന്തിക്കാതെ നമ്മൾ എടുക്കുവാണ്. മൂന്നാമത്തെ ട്രേഡ് പ്രോഫിറ്റ് കിട്ടിയത് കാരണം വലിയൊരു ലോസിലേക്ക് പോയില്ല, അല്ലെങ്കിൽ ഹ്യൂജ് ലോസ് ആയിരുന്നേനെ. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചത് നമ്മൾ കണക്ക് കൂട്ടി കൊടുക്കാനുള്ള ഒരു ലോസ് നമ്മൾ സാധാരണ കൊടുക്കാറുള്ളതാണ്. അത് കൊടുക്കാൻ നമുക്ക് അവസരം തരാതെ നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചോടുന്നൊരു ഫീല് വന്നു. അപ്പോൾ നമ്മൾ പറ്റിക്കപ്പെട്ടു എന്നൊരു ഫീല് വന്നപ്പോഴാണ് ഇതെല്ലാം ചെയ്തത്. അപ്പോൾ അതിന് പകരം നമ്മൾ ഓൾറെഡി കുറച്ച് വലുത് 1% ഓട്ടോമാറ്റിക്കലി അങ്ങ് വെച്ച് കൊടുക്കുകയാണ്.
ഇനി അത് പോയി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല, കാരണം നമ്മൾ മാനസികമായി അംഗീകരിച്ച് വെച്ച ഒരു സ്റ്റോപ്പ് ലോസ് ആണ്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ലോസും എടുത്തിട്ട് പോരുക. എനിവേ, ഇന്നലെ ആണെങ്കിലും മിനിഞ്ഞാന്നാണെങ്കിലും നമ്മൾ സ്ട്രിക്റ്റ്ലി 0.5% കീപ്പ് ചെയ്തിരുന്നെങ്കിൽ ആ 2 ട്രേഡുകൾ നമുക്ക് ലോസ് അടിച്ചേനെ. ഒരു ട്രേഡിൽ നമുക്ക് 1:2ഉം ഒരു ട്രേഡിൽ നമുക്ക് 1:3ഉം കിട്ടി. പക്ഷേ നമുക്ക് ആ ലോസ് ഫസ്റ്റ് ഹിറ്റ് ചെയ്തതിന് ശേഷം, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തതിന് ശേഷമേ ടാർഗറ്റ് പോയി ഹിറ്റ് ആവത്തുള്ളൂ. സോ ദാറ്റ് ഈ 2 ദിവസവും നമ്മൾ ലോസ് കൊടുത്തിട്ട് പോരേണ്ടി വന്നേനെ. അപ്പോൾ കുറച്ച് വൈഡായിട്ട് വെച്ചത് കൊണ്ടുള്ളൊരു ഗുണം നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓടുമ്പോൾ നമ്മൾ 1% ഒരു പക്ഷേ കൊടുക്കേണ്ടി വന്നേക്കാനും സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യുന്നതിലപ്പുറം നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് ഉരുത്തിരിഞ്ഞ് വരേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഓർഡർ ഇടേണ്ടത് ആവശ്യമാണ് എന്നത് ഓൾറെഡി ചെയ്ത് മാർക്കറ്റിൽ നിന്ന് ആവശ്യം വന്നപ്പോൾ നമ്മളത് അങ്ങനെ ചെയ്തു തുടങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം വന്നില്ലായിരുന്നു, നമ്മൾ പഴയപടി മുന്നോട്ട് പോയേനെ. പക്ഷേ ഇപ്പോൾ ബ്രാക്കറ്റ് ഓർഡർ ഇടുന്നത് കൊണ്ട് അതിൻ്റേതായ ഗുണങ്ങൾ നമുക്ക് തോന്നുന്നുണ്ട്. കുറച്ച് സമാധാനം അറ്റ്ലീസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 1:2 ഇവിടെ ഒരു അലർട്ടും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 1:2 മാർക്കറ്റ് എത്തുന്ന സമയത്ത് അലർട്ട് കിട്ടിയതിന് ശേഷം നമുക്കിനി ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ നിഫ്റ്റി 50 അതിൻ്റെ ഡേ ലോയിലേക്ക് വരികയാണ്. സോ ദാറ്റ് അത് ബ്രേക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ പിന്നെ സപ്പോർട്ട് വരേണ്ടത് ഈ ഒരു ഏരിയയിലാണ്. സോ ദാറ്റ് അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് നല്ലതായിരിക്കും. ഇവിടെ തന്നെയാണ് നെക്സ്റ്റ് ഇതിൻ്റെ ഈ ഒരു പിവോട്ട് കട്ട് ചെയ്ത് പോന്നാൽ ഇവിടെ തന്നെയാണ് നെക്സ്റ്റ് പിവോട്ടും വരുന്നത്. സോ ദാറ്റ് ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ റെസിസ്റ്റൻസ് കിട്ടേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇവിടെയും ആ സെയിം ടൈം ഒരു ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യതയാണ്. ഇല്ലെങ്കിൽ അതാണ് നമ്മൾ ഇത്രയും ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത്. ഒപ്പം തന്നെ ഇവിടെ പിവോട്ട് ഉള്ളത് കൊണ്ട് ഇനി അത് റിവേഴ്സായി തിരിച്ച് മുകളിലേക്ക് പോവില്ല എന്നും പ്രതീക്ഷിക്കാം. ഒപ്പം ഇതിവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് 1-2 തവണ. സോ ദാറ്റ് ഇതിന് റെസിസ്റ്റൻസ് കൺഫേം ചെയ്ത് താഴത്തേക്ക് തന്നെ പോരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാം നമ്മളുടെ തോന്നലുകളാണ് കേട്ടോ. എല്ലാം അതുപടി നടക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോബബിലിറ്റിയിൽ വിശ്വസിച്ച് റിസ്ക് റിവാർഡിലൂടെയാണ് നമ്മുടെ പ്രോഫിറ്റ് കണ്ടെത്തേണ്ടത്. അല്ലാതെ ഇതിനകത്ത് ലാഭം കിട്ടുന്നതോ നഷ്ടം സംഭവിക്കുന്നതോ നമ്മുടെ കഴിവ് കേടോ ആയിട്ട് നിങ്ങൾ കാണേണ്ടതില്ല. എല്ലാത്തിനെയും നമുക്കൊരു കൺട്രോളും ഇല്ലാത്ത കാര്യമാണെന്നത് നമ്മൾ മാനസികമായി അംഗീകരിച്ചുകൊണ്ട് ട്രേഡിനെ സമീപിച്ചാൽ നമുക്ക് ഫ്രസ്ട്രേഷനും ഈ പറഞ്ഞ പോലെ എന്തിനോടൊന്നില്ലാത്ത ദേഷ്യവും മറ്റ് മാനസിക പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഇനിയപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു അലർട്ട് ഹിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കതിന് ശേഷം വരാമെന്ന് കരുതുന്നു. നമുക്കിപ്പോൾ ഇവിടെ കാണാം നമ്മളുടെ ഡേ ലോ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം നിഫ്റ്റി 50യും ഇവിടെ ഒരു ഡേ ലോ ബ്രേക്ക് തന്നിട്ടുണ്ട്. ഇത് രണ്ടും ഒരേപോലെ സംഭവിക്കുന്നു എന്നതുകൊണ്ടും നെക്സ്റ്റ് സപ്പോർട്ട് ഇവിടെ ആണ് നിഫ്റ്റി 50യുടെ എന്നതുപോലെ തന്നെ നമ്മുടെ സ്റ്റോക്കിൻ്റെ സപ്പോർട്ട് ഇവിടെ ആയതുകൊണ്ടും നമുക്ക് കുറച്ച് 1:3 എന്ന് പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്നു. എനിവേ, നമ്മൾ 1:2 ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ഈവൻ പോയിൻറ്റിലേക്ക് നമ്മൾ ട്രയൽ ചെയ്യുന്നുണ്ടാവും. നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിൻ്റ് നമ്മളിവിടെ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു റെഡ് കളർ നിങ്ങൾക്കിപ്പോൾ അവിടെ കാണാം. അതാണ് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിൻ്റ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ ട്രയൽ ചെയ്യുന്നുണ്ടാവും. അത് 1:2 ടച്ച് ചെയ്തതിന് ശേഷമായിരിക്കും. അതിനുശേഷം എന്തെങ്കിലും ഡൗട്ട് റിവേഴ്സായി പോരുകയാണ്. കാരണം ഇത് ഓർഡർ ബ്ലോക്കാണ്, നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്ത് താഴെ വന്ന് നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് ഹിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് റിവേഴ്സായി വീണ്ടും മുകളിലത്തെ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്യുന്ന കാണാറുണ്ട്. അങ്ങനെ ഒരു സാധ്യത കണ്ടാൽ നമ്മളവിടെ വെച്ച് 1:1 മാനുവൽ എക്സിറ്റോ എടുക്കേണ്ടി വരും. പക്ഷേ എന്നിരുന്നാലും നമ്മൾ പറഞ്ഞിരുന്നു നമ്മളുടെ ഈ ഒരു റേഞ്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധ്യത ഇവിടെ വരെ മാർക്കറ്റ് വരാനുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമുക്കറിയത്തില്ല വരുമോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇവിടെ വരെ വന്നില്ലെങ്കിൽ പോലും ഈ ഒരു റേഞ്ചിനെ കട്ട് ചെയ്യേണ്ടതാണ്. സോ ദാറ്റ് അവിടെ എത്തുന്നില്ല എങ്കിൽ, ക്ലിയർ ചെയ്ത് ക്ലോസിങ് തരുന്നില്ല എങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടി വരും. എനിവേ, കാര്യങ്ങൾ നമുക്ക് കുറച്ചധികം നേരം സമയം ഇനിയും ഒരുപക്ഷെ എടുത്തേക്കാം. ഇന്നിപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യാൻ നമ്മൾ എടുത്തേക്കുന്ന സമയം നോക്കിക്കഴിഞ്ഞാൽ മോർണിംഗ് ആ റേഞ്ച് വെച്ചത് ഫസ്റ്റ് ക്യാൻഡിൽ തൊട്ട് ഇപ്പോൾ ബ്രേക്കിംഗ് ടൈം വരെ ഒരു 2 മണിക്കൂർ 20 മിനിറ്റ് സമയം എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റേഞ്ച് നമുക്ക് ഇനി ഓടേണ്ടത് വളരെ ചുരുങ്ങിയ സമയത്തിലാണ്.
ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹൈ വരെ 1.3% ആണ്. അപ്പോൾ ഇനി ആ 1.3% താഴത്തേക്ക് ഇവിടെ വരെ നമുക്ക് ചുരുങ്ങിയ സമയത്തിൽ അത് മൂവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ കട്ട് ചെയ്തു. ഈ പോയിന്റുകളുടെ മധ്യഭാഗമായ ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് ഇമ്മീഡിയറ്റ്ലി എത്തുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ 1:2 മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഡെൽറ്റ നല്ല രീതിയിൽ തന്നെ നെഗറ്റീവാണ്. സോ ദാറ്റ് നിഫ്റ്റി 50 നോക്കിക്കഴിഞ്ഞാലും നമുക്കിവിടെ കാണാം അത് നല്ല രീതിയിൽ ക്ലോസിങ് തന്നിട്ട് ഡൗൺ സൈഡ് തന്നെ മൂവ് ചെയ്യുകയാണ്. നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ വരുന്നത് ഇവിടെയാണ്. സോ ദാറ്റ് നമ്മുടെ സ്റ്റോക്കും അതൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത്. എന്നിരുന്നാലും ഇതിനി എത്ര താഴത്തേക്ക് പോകും അത് നമ്മളിവിടെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ട്രയലിങ്ങും കാര്യങ്ങളും എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. എന്തായാലും നമ്മളിപ്പോൾ ബ്രേക്ക് ഈവനിലേക്ക് ട്രയൽ ചെയ്യാം എന്ന് കരുതുവാണ്. ഇവിടെ വരെ നമുക്ക് വേണ്ടത് 2.3%-ൻ്റെ മൂവാണ് ഹൈ ടു ലോ എന്നിവിടെ വരെ വന്നാൽ. അത് അസാധ്യമായ സംഭവമല്ല. ഇന്നലെ ഇത് 3% മുകളിൽ മൂവ് ചെയ്ത സ്റ്റോക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ബ്രേക്ക് ഈവൻ പോയിന്റിലേക്ക് ട്രയൽ ചെയ്യാം. ഇതിന് ലോസ് കൊടുക്കേണ്ട കാര്യം ഇല്ല. ഇതേ പോയിന്റിൽ നമുക്ക് പുതിയൊരു സിറ്റുവേഷനും കൂടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അതായത് S1 നിന്ന് പിവോട്ട് പോയിന്റിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 1.8% ആണ്. അപ്പോൾ ഇതിൻ്റെ കൃത്യം മധ്യഭാഗത്ത് ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് റിവേഴ്സ് ആകാൻ പോകുന്നത്. നമുക്കിതിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകണം. അതല്ലെങ്കിൽ നമ്മൾ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അത് ആ മധ്യഭാഗമൊക്കെ ടച്ച് ചെയ്തിട്ട് റിവേഴ്സ് ചെയ്ത് പോകുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ സിറ്റുവേഷൻ നമുക്കിവിടെ കാണുന്നത് പോലെ നമ്മുടെ നിഫ്റ്റി 50 നമ്മുടെ സ്റ്റോക്കൊക്കെ ഒരേപോലെ മൂവ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനൊരു സാഹചര്യം ഉണ്ടാകേണ്ടതില്ല എന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ അടയാളപ്പെടുത്തി വെച്ച മറ്റ് സ്റ്റോക്കുകൾ എന്ത് ചെയ്തു എന്ന് നോക്കാം. BPCL ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡ് മൂവ് ചെയ്യുന്നു. ONGCയും ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡ് മൂവ് ചെയ്യുവാണ്. NTPC അത് തന്നെ ഡൗൺ സൈഡാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിപ്രോയും ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്ത് താഴത്തേക്ക് മൂവ് ചെയ്യുവാണ്. അപ്പോൾ ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റോക്കിലും ഈ പറയുന്ന പോലെ ഇവിടെ നിന്നൊരു റിവേഴ്സൽ ഉണ്ടാവില്ല എന്ന പ്രതീക്ഷയിലിരിക്കാം. എനിവേ 1:1 തിരിച്ച് ബ്രേക്ക് ചെയ്താൽ നമ്മളിവിടെ അലർട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി നോക്കിയിട്ട് നമുക്ക് 1:1 മാനുവൽ എക്സിറ്റ് എടുക്കണമെങ്കിൽ അവിടെ അതനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മുടെ ടാർഗറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ നമുക്കൊരു ക്ലോസിങ് ഈ ഓർഡർ ബ്ലോക്കിനുള്ളിൽ തന്നു കഴിഞ്ഞാൽ 1:1 ട്രയൽ ചെയ്യാം എന്നാണ് കരുതുന്നത്. നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് 1:2 ടച്ച് ചെയ്തതിന് ശേഷം തിരികെ വന്ന് മാർക്കറ്റ് ഡേ ലോ ബ്രേക്ക് ചെയ്ത് പോയ അതേ ഭാഗത്തെ തിരിച്ച് ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു ക്ലോസിങ് തന്നു. അത് ജസ്റ്റ് ആ പോയിന്റിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ റിവേഴ്സ് ആകുമോ അതോ മുകളിലേക്ക് കയറി പോവുകയോ എന്തിനും സാധ്യതയുണ്ട്, നമുക്കറിയത്തില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡെൽറ്റ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊരു 3 ക്യാൻഡിലുകളിൽ പോസിറ്റീവാണ്. ഒപ്പം തന്നെ ക്യാൻഡിലും ഗ്രീനാണ്. അപ്പോൾ ഇത് ഒരു ലിക്വിഡിറ്റി ക്രിയേഷന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ എന്ന് നമുക്കറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബൈ ചെയ്തവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഇവിടെ താഴത്തെ കിട്ടാനൊരു സാധ്യത അവിടെ കിടപ്പുണ്ട്. എല്ലാം സാധ്യത മാത്രമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടിയാൽ പിന്നെ നമുക്ക് ഇവിടെ നമ്മളുടെ 1:2 ഇതിനെ ബ്രേക്ക് ചെയ്ത് പോന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ 1:3 ഹിറ്റ് ചെയ്യാനുള്ളൊരു ഹൈ പ്രോബബിലിറ്റി അവിടെ പറയാം. അപ്പോൾ ഈ ഫസ്റ്റ് മിനിറ്റിൽ നമ്മൾ കാണുന്നത് ഇവിടെ ഡെൽറ്റ പോസിറ്റീവ് തന്നെയാണ്. നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഇനി ഒന്നും ചെയ്യാനില്ല. നമുക്കൊരു നമ്മളുടെ ബ്രേക്ക് ഈവൻ എക്സിറ്റ് പോയിൻ്റാണ് ഈ കാണുന്നത്. അതിവിടെ വന്ന് ഹിറ്റ് ചെയ്യുമോ ഇല്ലയോ, കാരണം അത് ഹിറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുതൽ ആയിട്ടുള്ളൊരു മേഖലയിലാണ് നിൽക്കുന്നത്. ഇവിടെ നല്ല റിജക്ഷൻ കിട്ടണം നമുക്ക്. അപ്പോൾ ഈ ഒരു ഹൈയിൽ വന്നിട്ട് ഇവിടെ നിന്നൊരു ലിക്വിഡിറ്റി എടുത്ത് താഴത്തേക്ക് മേ ബി പോയേക്കാം.
അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇതേ സമയം തന്നെ നമ്മളിവിടെ കാണേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതിതാണ് റണ്ണിങ് ടൈം മാർക്കറ്റ് ഓർഡർ ബ്ലോക്കുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു നല്ല മൂവാണ് താഴത്തേക്ക് നടത്തിയേക്കുന്നത്. സോ ദാറ്റ് ഈ ഒരു പോയിൻ്റ് ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് താഴത്തേക്ക് പോയതിന് ശേഷം ഈ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്ത് ഒന്ന് കണക്കൂട്ടാം. വീണ്ടും തിരിച്ച് താഴത്തെ ഓർഡർ ബ്ലോക്കിലേക്ക് പോയി വീണ്ടും ഒരു ഹിറ്റ് തരാനുള്ള സാധ്യതയും കൂടെ അവിടെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഇതുപടി തന്നെ നടക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല. ഇനി ഒരിക്കൽ കൂടി 1:2 ഇവിടെ വന്ന് ടച്ച് ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ അവിടെ എക്സിറ്റ് എടുക്കാം, അല്ലെങ്കിൽ 1:1 ട്രയൽ ചെയ്യാവുന്നതാണ്. കാരണം മാർക്കറ്റിൽ നിന്ന് നല്ല സ്ലോ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നെങ്കിൽ ഇവിടെ എക്സിറ്റ് എടുത്താൽ സമയം ഇനി അധികം നോക്കിയിരുന്ന് വെറുതെ കളയണ്ട, അല്ലെങ്കിൽ ട്രയൽ ചെയ്ത് വെക്കാം. എന്നിട്ട് എനിവേ 1:1 അതല്ലെങ്കിൽ 3 അപ്പോൾ ഒരു പോർഷൻ നഷ്ടപ്പെടുത്താൻ നമ്മൾ തയ്യാറായാൽ മതി. ആ രീതിയിൽ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുവാണ്. മാർക്കറ്റ് നല്ലൊരു മൂവ് ഇപ്പം മുകളിലേക്ക് നടത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ലിക്വിഡിറ്റി കംപ്ലീറ്റ് എടുത്തിട്ട് തിരിച്ചു പോരാനാണോ എന്ന് നമുക്കറിയത്തില്ല. അവിടുത്തെ ഓർഡേഴ്സ് വന്നേക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം 22,711 അങ്ങനെ ഒരു 30,000 ഓർഡർ അവിടെ വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് തോന്നുന്നൊരു സാധ്യത പറയുകയാണെങ്കിൽ ഇങ്ങോട്ട് സെല്ല് ചെയ്ത് ആരൊക്കെയോ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അതായിരിക്കാം ഈ ബൈ ഓർഡറായിട്ട് അവിടെ വന്നേക്കുന്നത്. നമുക്കറിയത്തില്ല. പക്ഷേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ തൊട്ടടുത്താണുള്ളത്. അപ്പോൾ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ ഇനി 1 മിനിറ്റ് ആണുള്ളത്. അതെങ്ങനെ ക്ലോസ് ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും നമ്മളുടെ ബാക്കി കാര്യങ്ങൾ. എനിവേ നമ്മളിവിടെ നോക്കിയിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്ക് പതുക്കെ വരാം. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയല്ല മാർക്കറ്റിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല അപ്സൈഡ് മൂവ് വന്നു. നമ്മളുടെ ബ്രേക്ക് ഈവനിലേക്ക് ട്രയലിംഗ് സ്റ്റോപ്പിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണ്. 1:2 ടച്ച് ചെയ്ത ട്രേഡാണ്. നമുക്ക് സിംപിളി 1:2 അവിടെ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഹയർ റിസ്ക് റിവാർഡിന് വേണ്ടി നമ്മൾ ശ്രമിച്ചപ്പോഴത് എഗൻസ്റ്റ് ആവുന്നു. എനിവേ ഇന്ന് മാർക്കറ്റ് നല്ല സ്പീഡില്ലായിരുന്നു. ഇനി ഇതിപ്പോൾ ഹിറ്റ് ചെയ്യോ ഇല്ലയോ അതൊന്നും നമുക്കറിയത്തില്ല. ഇവിടെ നിന്ന് തിരികെ വീണ്ടും വന്ന് 1:3 തരാനും മതി. ഇതൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന ഒന്ന് ജസ്റ്റ് നോക്കാം. കാരണം നമ്മുടെ സ്റ്റോപ്പ് ലോസിന് തൊട്ടടുത്തെത്തിയതാണ്. ക്യാൻഡലിൻ്റെ ഡെൽറ്റ ഇപ്പോഴും സ്റ്റിൽ അത് നെഗറ്റീവ് തന്നെയാണ്. കാണുന്ന ആൾക്കാർ ഇത് വലിയൊരു ബൈയിങ് ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്യും. നിഫ്റ്റി 50യും ഒരു ഗ്രീൻ ക്യാൻഡിലാണ് കാണിക്കുന്നത്. അതങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ക്യാൻഡലിനെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോന്നാൽ അതർവൈസ് അങ്ങനെ പോരണം എന്നാണ് നമ്മളുടെ ആഗ്രഹം. നമ്മുടെ സ്റ്റോപ്പ് ലോസിന് തൊട്ടടുത്താണ് എന്നതാണ് നമ്മളുടെ പ്രശ്നം. കാരണം നമുക്കിവിടെ ഇനിയിപ്പോൾ സ്റ്റോപ്പ് ലോസ് വെച്ച് ഇന്ന് സ്റ്റോപ്പ് ലോസ് കൊടുക്കാനും പറ്റത്തില്ല. പ്രോഫിറ്റ് 1:2 വന്നത് പിന്നെ നമ്മൾ ലോസ് കൊടുക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. വോളിയം കയറുന്നില്ല. വളരെ സ്ലോ ആണ് മാർക്കറ്റ്. ഏതാണ്ട് ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് കിട്ടാനുള്ള സാധ്യതകളാണ് കാണുന്നത്.
20 പൈസയുടെ വ്യത്യാസത്തിൽ മാർക്കറ്റ് അങ്ങനെ കുറേ നേരമായിട്ട് നിൽക്കുവാണ്. നിഫ്റ്റി 50 ബുള്ളിഷ് ആവുകയാണ്. സ്റ്റോപ്പ് ലോസ് അങ്ങ് ഹിറ്റ് ചെയ്താൽ പരിപാടി ഇപ്പോൾ തീരുമായിരുന്നു. നമ്മുടെ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്കിവിടെ കാണാം ധാരാളം സമയമായി അവിടെ മാർക്കറ്റ് ചിലവഴിക്കുന്നു. ഈ ഒരു ക്യാൻഡിൽ തൊട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ 25 മിനിറ്റ് മാർക്കറ്റ് എങ്ങും പോകുന്നില്ല, അവിടെ അങ്ങ് കൺസോൾട്ടേറ്റ് ചെയ്യുവാണ്. പത്ത് പൈസയുടെ വ്യത്യാസമേ ഉള്ളൂ. ഈ ക്യാൻഡിൽ അത്യാവശ്യം വോളിയം വന്നിട്ടുണ്ട്. മാർക്കറ്റ് മുകളിലേക്കാണ് മൂവും ചെയ്യുന്നത്. വൺ ഇസ്റ്റു ടു വന്നത് ആ സമയത്ത് എടുക്കാമായിരുന്നു എന്നിപ്പോൾ തോന്നുന്നു. അതിന് എന്തായാലും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവട്ടെ, കാരണം ഇല്ലെങ്കിൽ വെറുതെ സമയം കളയാമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഫൈനലി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക് ഈവൻ എക്സിറ്റ് ആണ് അവിടെ സംഭവിച്ചേക്കുന്നത്. 41 രൂപ പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് 1:2 ക്ലിയർലി കിട്ടിയതാണ്. ഏതാണ്ടൊരു 15 മിനിറ്റ് സമയത്തോളം മാർക്കറ്റ് ആ റീജിയണിൽ ഉണ്ടായിരുന്നു. എനിവേ 1:1 ഇവിടെ നമുക്ക് എക്സിറ്റ് എടുക്കാമായിരുന്നു. ഇതെല്ലാം ഇവിടെ ഒരു സാധ്യതയായിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, നമ്മൾ പ്രോഫിറ്റ് എടുക്കാമായിരുന്നത് കളഞ്ഞു. അപ്പോൾ അടുത്ത ദിവസം തൊട്ട് നമുക്ക് 1:2 സ്ട്രിക്റ്റ്ലി ഫോളോ ചെയ്താൽ നമുക്ക് ഹയർ മൂവ്സ് കിട്ടത്തില്ല എന്നതാണ് അവിടുത്തെ ഒരു കുഴപ്പം. പക്ഷേ നമുക്ക് ഈ മാസം പ്രോഫിറ്റിലേക്ക് വരിക എന്നതാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നിപ്പോൾ 41 രൂപയോളമാണ് പ്രോഫിറ്റ് കാണിച്ചേക്കുന്നത്. അതെ, അപ്പോൾ നമുക്ക് 14% ലോസിലാണ് നമ്മൾ സ്റ്റിൽ നിൽക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, നമുക്കിനി ദിവസങ്ങളുണ്ട്. നമുക്ക് ക്ലിയർലി 10 ദിവസം നമുക്ക് ട്രേഡിംഗ് ഡേയ്സ് കിട്ടും എന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ജേണലും കൂടെ എഴുതിക്കൊണ്ട് ഈ ദിവസം അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ജേണൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 188 ദിവസം ഇപ്പോൾ ജേണൽ എഴുതി തുടങ്ങിയിട്ട് നമ്മൾ ട്രേഡ് ചെയ്തിട്ടുണ്ട്. 105 ദിവസം ലോസും 83 ദിവസം പ്രോഫിറ്റുമാണ്. നെറ്റ് നമുക്ക് 44% വിൻ റേഷ്യോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മാസത്തെ നമ്മുടെ വിൻ റേഷ്യോ 44% എത്തിയിട്ടുണ്ട്. എങ്കിലും നമ്മളിവിടെ നെഗറ്റീവാണെന്ന് കാണാം. അതിനുള്ള കാരണം ഓവർ ട്രേഡിംഗ് ആണ്. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മൾ 1, 2, 3 ദിവസങ്ങളിൽ ഓവർ ട്രേഡ് ചെയ്തു. അത് ഒഴിച്ച് നിർത്തിയാൽ ഈ മാസം നമുക്ക് പ്രോഫിറ്റ് ആകാനുള്ള അവസ്ഥയിലേക്ക് എത്തുമായിരുന്നു. അപ്പോൾ ചില ആൾക്കാർ നമുക്കൊരു 3 ട്രേഡ് ഒരു ദിവസം എടുത്തുകൂടെ, 2 ട്രേഡ് എടുത്തുകൂടെ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം നമുക്ക് വിൻ ചെയ്യാനാണെങ്കിൽ കുറഞ്ഞ ട്രേഡ് എടുക്കുക എന്നുള്ളതാണ് കണക്കുകൾ കാണിക്കുന്നത്. അപ്പോൾ ഓരോ വിജയിച്ച ട്രേഡർമാരും അവരുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്പർ ഓഫ് ട്രേഡിൻ്റെ എണ്ണം കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റബിലിറ്റി കുറയുവാണ്, അല്ലെങ്കിൽ ലോസിലേക്ക് പോവുകയാണ്. നേരെ മറിച്ച് ട്രേഡിൻ്റെ എണ്ണം കുറയുമ്പോൾ അവർ ഹ്യൂജ് പ്രോഫിറ്റിലേക്ക് കയറി വരുന്നതായിട്ടാണ് അവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ നമുക്കിവിടെ നമ്മുടെ അനുഭവത്തിലും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അനുഭവത്തിലും ട്രേഡിൻ്റെ എണ്ണം കുറഞ്ഞ സമയത്ത് നമ്മൾ വിൻ പ്രോബബിലിറ്റി കുറഞ്ഞിരുന്നപ്പോൾ പോലും പ്രോഫിറ്റിലേക്ക് വന്നായിരുന്നു. ഇവിടെ നമ്മൾ വിൻ പ്രോബിലിറ്റി 44% വന്നെങ്കിലും നമ്പർ ഓഫ് ട്രേഡ്സ് കൂടിയത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ലോസിലാണുള്ളത്. പക്ഷേ ഈ മാസം നമുക്ക് പ്രോഫിറ്റിലേക്ക് വരാനുള്ള സമയമുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് 1:2 എടുക്കാമായിരുന്നു. അങ്ങനെ എടുത്തിരുന്നെങ്കിൽ ഇവിടെ റിസൾട്ട് വേറെ ആകുമായിരുന്നു. ഇപ്പോൾ ഒരു 1:2 എന്ന് പറയുമ്പോൾ നമുക്ക് 300 മിനിമം കിട്ടുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 9% ലോസ് കുറയ്ക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അത് 14% സ്റ്റിൽ നിൽക്കുവാണ്. കുഴപ്പമില്ല. അടുത്ത 10 ദിവസത്തിൽ നമ്മൾ 1:2 മാത്രം വെച്ചിട്ട് പോവുകയാണെങ്കിൽ ഹയർ റിസ്ക് റിവാർഡ് നമ്മൾ ഉപേക്ഷിച്ചു നോക്കുന്നില്ല.
1:2 തന്നെ കിട്ടിക്കോട്ടെ എന്ന് കരുതി പോയി കഴിഞ്ഞാൽ അതിനുള്ള സാധ്യത കൂടുതലുമാണ്. ഒപ്പം തന്നെ നമുക്ക് പ്രോഫിറ്റിലേക്ക് വരാം. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഒരു പക്ഷേ അടുത്തൊരു ഇവിടെ വരെ ഒരു 200 ദിവസം കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നമുക്കൊന്ന് ആ മെത്തേഡ്, അതായത് 1:2 മാത്രം നമ്മൾ എടുത്തതിന് ശേഷം 200 ദിവസത്തിന് ശേഷം നമുക്ക് ഹയർ പ്ലാൻ ചെയ്യാം എന്ന് കരുതുവാണ്. അപ്പോൾ അടുത്ത ദിവസം തൊട്ട് അങ്ങനെ ആയിരിക്കും ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ജസ്റ്റ് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ചു പോരുകയാണ്. നമ്മൾ ജസ്റ്റ് ഒന്നും കൂടെ നമ്മളുടെ സ്റ്റോക്കുകളിലേക്ക് ഒരു റൗണ്ട് അടിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നത് BPCLലും ഇല്ലെങ്കിൽ എല്ലാം തന്നെ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്ത് റിവേഴ്സ് ആകുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ONGC ആണെങ്കിലും അത് മുകളിലത്തെ ഓർഡർ ബ്ലോക്കിൽ ടച്ച് ചെയ്തിരുന്നില്ല, അതുകൊണ്ട് തന്നെ അതിൽ എൻട്രി നമുക്ക് എടുക്കാനും പറ്റത്തില്ല. അപ്പോൾ താഴത്തെ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്ത് അത് റിവേഴ്സ് ആകുന്നുണ്ട്. NTPC ഇത് താഴത്തെ ഓർഡർ ബ്ലോക്കിന് ബ്രേക്ക് ചെയ്ത് പോന്നിട്ട് റീടെസ്റ്റ് അവിടെ തന്നേക്കുവാണ്. ഇതിനെയും താഴത്തേക്ക് തന്നെ പോരാനാണ് സാധ്യത നമുക്ക് തോന്നുന്നത്. വിപ്രോ ആണെങ്കിൽ നമ്മളുടെ ഓർഡർ ബ്ലോക്ക് കറക്റ്റായിട്ട് ഇന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ടച്ച് ചെയ്തിട്ട് താഴത്തേക്ക് പോരുന്ന സമയത്ത് എൻട്രി എടുത്തിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഓൾറെഡി 1:3 കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മുടെ സ്റ്റോക്കുകളെല്ലാം ചെയ്തേക്കുന്നത്. നമ്മുടെ സ്റ്റോക്ക് നമുക്ക് റിസ്ക് റിവാർഡ് കൃത്യമായി തന്നതാണ്, നമ്മളത് എടുത്തിട്ടില്ല. ഓക്കെ, എന്നിരുന്നാലും നമ്മൾ ലോസ് കൊടുത്തില്ല എന്നൊരു ഗുണം നമുക്കിവിടെ ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.